الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا استعينوا بالصبر والصلاة وإنها لكبيرة إلا على الخاشعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാന്യ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ
സർവലോക സിദ്ധാവിന്റെ സകല ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണേ എന്ന് ആമുഖമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നശ്വരമായ ഈ ദുനിയാവിൽ സർവലോക സിട്ടാവ് പല നിലക്കും നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നന്മയാകാം, തിന്മയാകാം, ഇഷ്ടമുള്ളതാകാം, ഇഷ്ടമില്ലാത്തതാകാം, നമ്മുടെ ജീവിതത്തിൽ പുരോഗതിയുള്ളതാകാം, അധോഗതിയുള്ളതാകാം. പല നിലയ്ക്കും റബ്ബ് നമ്മെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും അധ്വാനിക്കുന്ന ആളുകളാണ്. ചോര നീരാക്കി തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് ശരീരത്തിന്റെ ആവശ്യങ്ങൾ പോലും മാറ്റിവെച്ചുകൊണ്ട് കുടുംബത്തിന്റെ അത്താണിക്ക് വേണ്ടി, വരുമാനത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുന്ന നമ്മൾ പടച്ച തമ്പുരാൻ ഈ ദുനിയാവിലെ ജീവിതം നമുക്ക് സമ്മാനിച്ചത് ഈ ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ അധ്വാനിച്ചാൽ പോരാ. പരലോകത്തിന്റെ വിഷയത്തിൽ നന്നായി പണിയെടുക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാനാണ് ഈ ജീവിതം എന്ന് നമ്മൾ മറന്നു പോകരുത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. പരലോകത്തിന് വേണ്ടി നന്നായി പണിയെടുക്കുന്നത് ആരാണ് എന്ന് തിരിച്ചറിയാനാണ്, പരീക്ഷിക്കാനാണ് ഈ ജീവിതവും മരണവുമെന്ന് അള്ളാഹു പറയാ. വനബ്ലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന. നന്മ കൊണ്ടും തിന്മ കൊണ്ടും റബ്ബ് നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കും. നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട്, 5 നേരം നിസ്കരിക്കുന്ന, പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിക്കുന്ന എന്നെ എന്തിനാണ് റബ്ബ് ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് വിലപിക്കുന്ന, ആവലാതിപ്പെടുന്ന പല ആളുകളെയും നമ്മൾ കാണുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നാമും നമ്മുടെ റബ്ബുമായി എത്രത്തോളം ബന്ധമുണ്ട്, അടുപ്പമുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പരീക്ഷണത്തിന്റെ ആഴമെന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ യാതൊരു പരീക്ഷണമില്ല. ശാരീരികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, കുടുംബപരമാകട്ടെ, ആരോഗ്യപരമാകട്ടെ, എന്തുമാകട്ടെ, ഒരു പരീക്ഷണമില്ലാതെ സുഭിക്ഷമായിട്ട് സുന്ദരമായി സമാധാനത്തോടെ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബിൽ നിന്ന് ബഹുദൂരം അകലെയാണ്. പടച്ച തമ്പുരാനുമായുള്ള അടുപ്പം വളരെ കുറവാണ്, അകലെയാണ്. കാരണം വമൻ അഹബ്ബല്ലാഹു അബ്ദൻ ഫബ്തലാഹ്. ഒരടിമയെ അല്ലാഹു ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷണത്തിന് വിധേയമാക്കുക തന്നെ ചെയ്യുന്ന. എല്ലാ നിലക്കും, ശാരീരികമായി, സാമ്പത്തികമായി, കുടുംബപരമായി, മാനസികമായി, രാഷ്ട്രീയപരമായി, രാഷ്ട്രപരമായി എല്ലാ നിലക്കുള്ള പരീക്ഷ ഉണ്ടാകുന്ന. ഏറ്റവും കൂടുതൽ പരീക്ഷണം അശദ്ദുന്നാസ് ബലാഉൽ അംബിയാ സുമ്മൽ അംസലു. ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാക്കുക അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർക്കായിരിക്കും. റിസാലത്തിന്റെ ദൗത്യം ഏൽപ്പിക്കപ്പെട്ട, പടച്ച തമ്പുരാനുമായി വഹീന്റെ അടിസ്ഥാനത്തിൽ ബന്ധമുള്ള പ്രവാചകന്മാരെ ആയിരിക്കും അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിക്കുക. പിന്നെയോ അതിന് തുല്യമുള്ള ആളുകൾ. അല്ലാഹുവിലേക്ക് അടുപ്പം കൂടുന്തോറും നമ്മുടെ പരീക്ഷണം കൂടുമെന്ന് മനസ്സിലാക്കുക.
അള്ളാഹുവിന്റെ ദോസ്ത്, അള്ളാഹുവിന്റെ കൂട്ടുകാരൻ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഏതെല്ലാം നിലക്കാണ് റബ്ബ് പരീക്ഷിച്ചത്? പല നിലക്കും പരീക്ഷിച്ചു. കുഞ്ഞിനെ കൊണ്ട് പരീക്ഷിച്ചു, നാടിനെ കൊണ്ട് പരീക്ഷിച്ചു. ആരാരുമില്ലാത്ത മണലാരുണ്യത്തിൽ നോക്കാൻ ആളില്ല, കൂട്ടിനാളില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, വീടില്ല, ആരാരുമില്ലാത്ത മണലാരുണ്യത്തിൽ കൊണ്ടുപോയിടാൻ പറഞ്ഞു. വാർദ്ധക്യത്തിന്റെ സായം സന്ധ്യയിൽ നിരന്തരമായുള്ള പ്രാർത്ഥനയുടെയും കാത്തിരിപ്പിന്റെയും ഫലമായി അവസാനമായ കുട്ടിയുടെ കഴുത്തിൽ കത്തിവെക്കാനുള്ള പരീക്ഷണം. അഗ്നികുണ്ടാരത്തിൽ എറിയപ്പെട്ട ഇബ്രാഹിം നബി. പതറിയില്ല ഇബ്രാഹിം നബി. എന്റെ റബ്ബിന്റെ കൽപ്പനകൾ ശിരസാ വഹിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എന്റെ കൂടെ എന്റെ റബ്ബുണ്ടാകുമെന്ന അചഞ്ചലമായ വിശ്വാസത്തോടെ പ്രതികൂലമായ സാഹചര്യത്തെ തരണം ചെയ്തുകൊണ്ട് മന്ദസ്മിതമായി പുഞ്ചിരിക്കുന്ന രൂപത്തിൽ അഗ്നികുണ്ടാരത്തെ സ്വീകരിച്ച ഇബ്രാഹിം നബിക്ക് തണലേകുന്ന, രക്ഷയേകുന്ന കൗതുകമാണ് നമ്മൾ കാണുന്നത്. സ്വന്തം ഉപ്പയുടെ വാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് എന്താണോ താങ്കളോട് കൽപ്പിച്ചതെങ്കിൽ നിങ്ങൾ അത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞ് സ്വന്തം കഴുത്ത് തന്റെ ഉപ്പാക്ക് വേണ്ടി നീട്ടിക്കൊടുത്ത ഇസ്മായിൽ നബി അർത്തുളി. എന്താണോ റബ്ബ് പറഞ്ഞത് അതേപോലെ ചെയ്തു കൊള്ളുക. സതജുദിനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. നാളെ ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ പരലോകത്തിൽ ഉപ്പ നമുക്ക് കാണാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അള്ളാഹു പരീക്ഷിച്ചത് മാരാരോഗം കൊണ്ടാണ്, വ്യാധി കൊണ്ടാണ്. ഭാര്യയും കുടുംബവും സമ്പത്തും വേണ്ടപ്പെട്ട ആളുകളുമെല്ലാം ഒറ്റപ്പെടുത്തി അദ്ദേഹം ഇങ്ങനെ പ്രയാസത്തോടുകൂടി മുന്നോട്ട് പോകുമ്പോഴും പ്രതീക്ഷ കൈവടിയാതെ, നിരാശയില്ലാതെ പടച്ച തമ്പുരാനിൽ തവക്കുലാക്കി. പടച്ച തമ്പുരാൻ എല്ലാവിധ മാരാരോഗങ്ങളിൽ നിന്നും മുക്തമായി എന്താണോ നഷ്ടപ്പെട്ടത് അത് അത്രത്തോളം വീണ്ടും തിരിച്ചു നൽകി. യഹ്യാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമുക്കറിയുമോ? രാജാവിന് കാണിക്കയായി സമർപ്പിച്ചത് യഹ്യാ നബിയുടെ കൊയ്തെടുത്ത തലയാണ്. സഹോദരങ്ങളെ, ചരിത്രത്തിന്റെ താളുകളിൽ ഇങ്ങനെ കിടക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും അത്യുത്തമനാണ്. സ്വന്തം നാട്ടുകാരും വീട്ടുകാരും കുടുംബവും എറിഞ്ഞാട്ടി ത്വായിഫിൽ നിന്ന് കാലിൽ രക്തമൊലിക്കുന്ന രൂപത്തിലാണ് പ്രവാചകൻ വേവലാതിപ്പെട്ടുകൊണ്ട് വരുന്നത്. അപ്പോഴും തന്റെ കുടുംബത്തിന് വേണ്ടി, നാട്ടുകാർക്ക് വേണ്ടി നന്മയുണ്ടാകണം. എന്റെ സമൂഹത്തിന് പുറത്തു കൊടുക്കുന്ന പറഞ്ഞത്. ഒരു തെറ്റും ചെയ്യാത്ത പ്രവാചകൻ രക്തമൊലിക്കുന്ന കാലോടുകൂടി ആ അവസ്ഥയിൽ പോലും തന്റെ കുടുംബത്തിന്, തന്റെ നാട്ടുകാർക്ക്, തന്റെ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകാനാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്യാത്ത കുറ്റത്തിനാണ് ജയിൽ അകപ്പെട്ടത്. സുലൈഖ ബീവി തന്റെ ശരീരത്തിന്റെ ഇംഗീതത്തിന് വേണ്ടി ക്ഷണിച്ചപ്പോൾ അതിന് ഉത്തരം നൽകാത്തതിന്റെ പക തീർത്തതെന്താണ്? ചെയ്യാത്ത തെറ്റ് ചെയ്തു എന്ന് വരുത്തി തീർത്ത് കുപ്പായം വലിച്ചു കീറി തെളിവുണ്ടാക്കിയ സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തടവറയിൽ തളച്ചിട്ടു. ഇത് പ്രവാചകന്മാരുടെ അവസ്ഥ. ഞമ്മക്ക് എന്ത് പരീക്ഷ ഉണ്ടായത്? എത്ര കാലമായി നമ്മൾ ജീവിക്കാൻ തുടങ്ങണത്? പായരവും ബുദ്ധിമുട്ടും പ്രയാസവും പ്രതിസന്ധിയും പറയുന്ന നമ്മള് എന്ത് പരീക്ഷ നമുക്ക് ഉണ്ടായത്? നമ്മളൊരു വിശ്വാസിയായി, മുഅ്മിനായി, മുവഹിദായി, ഒരു മുജാഹിദായി, ഒരു സലഫിയായി പ്രതികൂല സാഹചര്യങ്ങളെ അതിജയിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ പൂർവികരായ ആളുകൾക്കുണ്ടായ പ്രയാസങ്ങളുടെ ഏതെങ്കിലും ഒരു പങ്ക്, ഏതെങ്കിലും ഒരു അംശം നമുക്കുണ്ടായിട്ടുണ്ടോ? ത്യാഗങ്ങൾ സഹിച്ച സഹാബത്തിനോട് ഖുർആൻ ചോദിക്കുക, അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന,
വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സതുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല അർ-റസൂലു വല്ലദീന മഅഹു മതാ നസ്റുല്ലാഹ്. നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്കുണ്ടായ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിങ്ങൾക്കുണ്ടാകാതെ, നിങ്ങളെ തേടിയെത്താതെ, നിങ്ങൾ അനുഭവിക്കാതെ നിങ്ങൾ സ്വർഗത്തേക്ക് പോക കൈ നനയാതെ മീൻ പിടിച്ചാൽ നദിക്കങ്ങള്. ആരോടായി പറഞ്ഞത്? ബിലാൽ റളിയല്ലാഹുവിനെ പോലെയുള്ള, അമ്മാർ റളിയല്ലാഹുവിനെ പോലെയുള്ള, സുമയ്യ റളിയല്ലാഹുവിനെ പോലെയുള്ള ഈ ആളുകൾ സഹിച്ച ത്യാഗത്തിനിടയിൽ ഇറങ്ങുന്ന ആയത്താ. മുൻകഴിഞ്ഞ സമൂഹത്തിനുണ്ടായ പ്രയാസങ്ങൾ നിങ്ങളെ തേടിയെത്താതെ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുക, മുസ്ലിമായി മുഅ്മിനായി തൗഹീദ് ഉൾക്കൊണ്ടു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഈർച്ചവാട് കൊണ്ട് ശരീരം രണ്ടായി ഈർന്ന് കഷ്ണമാക്കിയ ആൾക്കാരുണ്ട്. ഇരുമ്പിന്റെ ചീർപ്പ് ഉപയോഗിച്ച് ശരീരത്തിലെ മുഴുവൻ മാംസങ്ങളും അസ്ഥിയിൽ നിന്ന് അടർത്തിയെടുക്കപ്പെട്ട ആളുകളുണ്ട്. ഇതേ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങളെ തേടിയെത്താതെ നിങ്ങൾ സ്വർഗത്തിൽ പോകാമെന്ന് വിചാരിച്ചിങ്ങനെ മാറ്റിക്കാളി, നടക്കൂലട്ടോ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം. അപ്പോഴും പ്രവാചകൻ ചോദിക്കും, മതാ നസ്റുല്ലാഹ്, മതാ നസ്റുല്ലാഹ്, നീ എപ്പോഴാ പടച്ചോന്റെ സഹായം കിട്ടിയ? സുൽസിലുന, കിടുകിടാ വിറപ്പിക്കപ്പെട്ടുന്ന, പേടിച്ച് വിറക്കുന്ന ആ അവസ്ഥ വരെ എത്തി. അല്ലാഹ് പറയാ, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അല്ലാഹുവിന്റെ സഹായം സമീപസ്ഥമായി നിൽക്കുന്നുണ്ടെന്നാ. സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ്, സുഖാണ്, ഉഷാറാണ്, കുട്ടികളൊക്കെ വലുതായി, വരുമാനമായി, ഒന്നും ചെയ്യേണ്ട, സമാധാനത്തോടെ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവിടെ സമാധാനത്തിൽ കഴിയലല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. പരലോകത്ത് സമാധാനം കിട്ടണം, ശാശ്വതമായി സുഖം കിട്ടണം. അപ്പൊ അല്ലാഹു സുഖം കൊണ്ടും ദുഃഖം കൊണ്ടും സന്തോഷം കൊണ്ടും സന്താപം കൊണ്ടും നമ്മെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ബോധവും ഓർമ്മയും ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഉണ്ടാകണം. നമ്മള് നന്മയുണ്ടാകുമ്പോൾ, പുരോഗതി ഉണ്ടാകുമ്പോൾ, ലാഭം ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ സന്തോഷിക്കാറുണ്ട്. ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ നന്മയും പുരോഗതിയും സന്തോഷവും ഹാപ്പിനെസ്സും ഉണ്ടാകുമ്പോൾ ശുക്ർ പറയണം. നമ്മൾ മനസ്സിന്റെ അകത്തളത്തിൽ നിന്ന് നിർഗളിക്കുന്ന, പടച്ച തമ്പുരാന് നന്ദി പറയുന്ന, ശുക്ർ പറയുന്ന കൽബുൻ ഷാക്കിർ ഉണ്ടാവണം. പായേരം പറയരുത്, ബാവലാതി പറയരുത്. വൈൻ അസാബഹു ദർറാ, എന്തിനും പ്രയാസങ്ങള്, ബുദ്ധിമുട്ടുകള്, രോഗങ്ങള്, പരീക്ഷണങ്ങള്, അപകടങ്ങള് ഒക്കെ ഉണ്ടായാൽ സ്വബറ, ക്ഷമിക്കണം. അത് അവന് നന്മയായി വരുന്ന. നല്ലത് കിട്ടിയാൽ ശുക്ർ പറയുമ്പോഴും നന്മയായി രേഖപ്പെടുത്തും. രോഗമുണ്ടാകുമ്പോൾ, അപകടമുണ്ടാകുമ്പോൾ, നഷ്ടമുണ്ടാകുമ്പോൾ, കുത്തുപാളെടുക്കുമ്പോൾ നമ്മള് നമ്മുടെ മനസ്സിൽ നിന്ന് സബർ കാണിച്ചാൽ നന്ദിയില്ലാത്തൊരു വാചകം പോലും നമ്മുടെ നാവുകൊണ്ട് വരാൻ പാടില്ല. ക്ഷമിക്കാൻ കഴിയണം. അതും പുണ്യമായി രേഖപ്പെടുത്തുന്ന. ഈ ദുനിയാവിൽ നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം റസൂൽ പറയാ, മാ ഊതിയ അഹദുൻ അതാഉൻ വ ഖൈറുൻ വ ഔസു മിനസ് സബർ. ക്ഷമയേക്കാൾ വലിയ ഒരു സമ്മാനം, ക്ഷമയേക്കാൾ വലിയൊരു സൗഭാഗ്യം എന്റെ സമൂഹത്തിന് നൽകിയിട്ടില്ല എന്നാ. പ്രതികരിക്കാൻ കഴിവുണ്ടാകുമ്പോൾ ക്ഷമിക്കണം, കഴിയാത്തപ്പോഴല്ല. പറയാൻ വാക്കുകൾ ഉണ്ടാകണം, കഴിവുണ്ടാകണം, തിരിച്ചടിക്കാനുള്ള ശക്തി ഉണ്ടാകണം, ആർജവുണ്ടാകണം. ആ സമയത്ത് ക്ഷമിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ പുണ്യ. അങ്ങനെയുള്ള ആളുകൾക്ക് നാളെ പരലോകത്ത് പുണ്യമുള്ള ഇന്നമാ യുവഫസ്സാബിറു അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക് നാളെ പരലോകത്ത് പരിപൂർണമായും പ്രതിഫലം കിട്ടുകയുള്ളൂ എന്ന് അള്ളാഹു വ്യക്തമാക്കുകയാണ്. ക്ഷമാലുക്കളുടെ കൂടെയാണ് അള്ളാഹു. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണെന്ന്. അസ്സബ്റു നിസ്ഫുൽ ഈമാന, ഈമാനിന്റെ പകുതിയാണ് ക്ഷമ.
നമ്മുടെ മൂക്കിന്റെ തുമ്പത്താണ് ദേഷ്യം. വേണ്ടതിനും വേണ്ടാത്തതിനും നമ്മൾ പ്രതികരിക്കുന്നു. സദമത്തിൽ ഊല, ഒന്നാമത്തെ ഘട്ടത്തിലാണ് ക്ഷമ കാണിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു, ഒരു പള്ളിയിൽ കൊണ്ടുവന്ന് ഒരു സാറാവി മൂത്രമൊഴിച്ചു. നമ്മളെ പള്ളിയിൽ മൂത്രമൊഴിച്ചാലോ? മൂത്രമൊഴിച്ചൊരു ഓർമ്മ ഉണ്ടാവും, പിന്നെന്താ നടന്നൊരു ഓർമ്മ ഉണ്ടാവില്ല. മസ്ജിദ് നബവിയിൽ വന്ന് ഒരു ആറാബി മൂത്രം ഒഴിച്ചപ്പോൾ പ്രവാചകൻ സഹാബത്തെ അദ്ദേഹത്തെ കൈകാര്യം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ക്ഷമിച്ചു. ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടിരി, മണലിലെന്ന് വെള്ളം ഒഴിച്ചോളുന്ന ഒരൊറ്റ കാരണം കൊണ്ട്, ആ ക്ഷമയുടെ ഒരൊറ്റ കാരണം കൊണ്ട് അദ്ദേഹം മുസ്ലിമായി. നമ്മളാണെങ്കിലോ പിന്നെ 7 അയലത്ത് പള്ളിക്ക് തിരിഞ്ഞു നോക്കൂല. ഏതെങ്കിലും കുട്ടികൾ പള്ളിക്ക് വന്നിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച പിന്നെ നമ്മൾ ആ കുട്ടി ജീവിതകാലത്ത് പള്ളിക്ക് വരുമോ? പ്രവാചകൻ നിസ്കരിച്ചപ്പോൾ പ്രവാചകന്റെ തലയുടെ മുകളിൽ കയറി നിന്ന് ഇമാമായി നിൽക്കുന്ന പ്രവാചകൻ തല ഉയർത്താത്ത അവസ്ഥ ഉണ്ടായപ്പോൾ സഹാബത്ത് വിചാരിച്ചു, വല്ലതും സംഭവിച്ചോ? ബോധത്തെ നഷ്ടപ്പെട്ടോ? പ്രവാചകന് വല്ലാതെ സംഭവിച്ചോ? വേറെ കുട്ടികൾ ഒന്ന് തലന്റെ വെളി ഇരുന്നതാ. നമ്മളെ കുട്ടികളെ ആലോചിച്ചു വേണി, ഈ പള്ളിയിൽ എത്ര കുട്ടികളുള്ളത്? എത്ര യുവാക്കളാണുള്ളത്? ആരെങ്കിലും പള്ളിക്ക് വന്നാൽ ഏത് രൂപത്തിൽ നമ്മൾ പ്രതികരിക്കുക? ഇതൊക്കെ നന്നാൻ തുടങ്ങിയോ? എന്നാ പറ്റി പള്ളി കയറാൻ തുടങ്ങി? ഇങ്ങനെ 4 ഡയലോഗ് അടിച്ചാല് പള്ളിക്ക് വരുന്ന ആള് പിന്നെ 7 അയലത്തും വരൂല. കുട്ടികൾ വന്നോട്ടെ. പ്രവാചകൻ സുദീർഘമായി നിസ്കരിക്കുന്ന പള്ളിയിൽ കുട്ടികളുടെ ഭാഗത്തിൽ, സ്ത്രീകളുടെ ഭാഗത്ത് കുട്ടികളുടെ കരച്ചിൽ കേട്ടപ്പോഴ് സുദീർഘമായി ഓതുന്ന പ്രവാചകൻ തിറാച്ച് ചുരുക്കി വരണ്ടറിഞ്ഞില്ല. നമ്മൾ 4 വർത്താനം പറയാം. ക്ഷമ കാണിക്കേണ്ടിടത്ത് ഉൾക്കൊള്ളാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകണം. അക്കമഡേറ്റ് ചെയ്യണം. ഓരോരുത്തരും വ്യത്യസ്തമായ സ്വഭാവ, വ്യത്യസ്തമായ ശൈലിയ, വ്യത്യസ്തമായ രീതിയ, അത് മുഴുവൻ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്സ്. പോക്കിരിയായ സ്വേച്ഛാധിപതിയായ ഫറോവയുടെ അടുത്തേക്ക് പോകുന്ന മൂസാ നബി പ്രാർത്ഥിച്ചെന്താ? എന്റെ പ്രബോധനം സ്വീകരിക്കാവുന്ന രൂപത്തിൽ ഫറോവയുടെ മനസ്സ് വിശാലമാക്കണമെന്നല്ല പ്രാർത്ഥിച്ചത്. റബ്ബിശ്റഹ്ലി സദ്രി, റബ്ബിശ്റഹ്ലി സദ്രി. ആ ഫറോവയെ ഉൾക്കൊള്ളാൻ ഉതകുന്ന രൂപത്തിലേക്ക് എന്റെ മനസ്സിനെ പാകപ്പെടുത്തണേന്നാ. എങ്ങനെ? എന്റെ മനസ്സിനെ പാകപ്പെടുത്തണേന്നാണ് ആര് പ്രാർത്ഥിച്ചത്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, നമുക്കുള്ള പരീക്ഷണങ്ങളാണ്. പല നിലക്ക് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്ന് നമ്മൾ നമ്മുടെ നെട്ടോട്ടത്തിനിടയിൽ മറന്നു പോകാൻ പാടില്ല. പ്രവാചകൻ പറഞ്ഞു, അസ്സലാത്തു നൂറുൻ, നമസ്കാരം ഒരു പ്രകാശമാണ്. വസ്സദഖത്തു ബുർഹാനുൻ, നിങ്ങൾ കൊടുക്കുന്ന സ്വതക്ക നിങ്ങൾക്കുള്ളൊരു തെളിവാണ്. അസ്സബ്റു ദിയാവുൻ, ക്ഷമ എന്നുള്ളത് വെളിച്ചമാണ്. വൽ ഖുർആനു ഹുജ്ജത്തുൻ ലക ഔ അലൈക, നിനക്ക് പ്രതികൂലമായോ അനുകൂലമായോ ഖുർആൻ സാക്ഷിയായിട്ട് വരും. വെള്ളിയാഴ്ച ആയിട്ട് പോലും പരിശുദ്ധ ഖുർആൻ എന്ന് മറിച്ചെടുത്താൽ കൗഫിന്റെ താളുകളൊന്ന് ഓതാൻ നമ്മുടെ മനസ്സ് പാകപ്പെട്ടില്ല എങ്കിൽ നമ്മുടെ വീട്ടിലെ ഷോക്കേസിൽ എല്ലാവരും കാണുന്ന രൂപത്തിൽ അടുക്കി വെച്ച ഖുർആൻ നമുക്ക് അനുകൂലമായിട്ട് സാക്ഷി പറയും. അനുകൂലമാകാം, പ്രതികൂലമാകാം. ക്ഷമ വെളിച്ചമാണെന്ന. സഹോദരങ്ങളെ, പരീക്ഷണത്തിന്റെ ആഴവും കാഠിന്യവും എത്രത്തോളം കൂടുന്നുവോ, ചില ആൾക്കാരുകൾ വർഷങ്ങളായിട്ട് മാരാരോഗം ബാധിച്ച് പ്രാഥമിക കർമ്മം പോലും ചെയ്യാൻ കഴിയാതെ വീടിന്റെ ഉള്ളിൽ തളച്ചിടുന്ന എത്ര ആൾക്കാരുണ്ട്. വേദന സഹിക്കവയ്യാതെ മോർഫിൻ പോലെയുള്ള വേദന സംഹാരി കഴിച്ചുകൊണ്ട് വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ആളുകളുണ്ട്. റസൂല് പറയാ, ഇന്ന ഇളമൽ ജസായി ജസായി ഇളമൽ ബലാ, നിങ്ങളുടെ പരീക്ഷണത്തിന്റെ ആഴമനുസരിച്ച് തോതനുസരിച്ച് കിട്ടുന്ന കൂലിയിലും വ്യത്യാസമുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ, നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും അല്ലാഹുവോട് നിങ്ങൾ സഹായം തേടണം. വഇന്നഹാ ലകബീറത്തുൻ,
അത് വലിയൊരു ഭാര. ഇല്ല അലൽ ഖാശഈൻ, പടച്ചോനെ പേടിക്കുന്ന ആളുകൾക്ക് ഒഴിച്ച് ക്ഷമിക്കുക എന്നതും നിസ്കരിക്കുക എന്നതും വലിയ ഭാര. 5 നേരം 50 വക്ത് നിസ്കരിക്കേണ്ട സ്ഥാനത്തുള്ള 5 വക്ത് നിസ്കരിക്കാൻ ഒരു ഭാരമാണ്. ആർക്ക്? പേടില്ലാത്ത ഖുശൂഉള്ള ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. എവിടെ വന്നാലും നിസ്കാരം ഒരു കളയില്ല, ക്ഷമിക്കാതിരിക്കൂല. അതില്ലാത്ത ആളുകളാണ് ഇതിന് വിരുദ്ധമായി ചെയ്യുന്നതെന്നാ. രോഗമായാലും അപകടമായാലും മരണമായാലും തകർച്ചയായാലും കടമായാലും. ഇപ്പൊ ഞാന് എന്റെ കുടുംബത്തിലെ ഒരാൾ സുബൈ നിസ്കരിച്ചതിന് ശേഷം അദ്ദേഹം പെട്ടൊരു അസ്വസ്ഥത അനുഭവപ്പെട്ടു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിച്ചു. അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. എപ്പോഴാണ് ഇന്ന് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് അറിയില്ല, നാളെ എന്ന് പറയാൻ നമുക്കുണ്ടോ എന്നറിയില്ല. എവിടെ വെച്ച് എപ്പോഴാണ് നമ്മൾ മരിക്കുക എന്നത് നമുക്കറിയില്ല സഹോദരങ്ങളെ. അള്ളാന്റെ പരീക്ഷത്തിൽ നമ്മൾ പരാജയപ്പെടാൻ പാടില്ല. എല്ലാ നിലക്കും വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, പേടി കൊണ്ട് പരീക്ഷിക്കും, വൽ ജൂഇ, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും. നിങ്ങൾ ഫലസ്തീനിലെ അവസ്ഥ ആലോചിക്കുക. നിങ്ങൾ എത്ര വറ്റ നമ്മൾ കളയണത്. മുമ്പ് എല്ലാരും കൂടി വട്ടത്തിലിരുന്ന് കുറെ കൈലുകളിട്ട് ഒന്നായി നമ്മൾ സംഘടിതമായി കഞ്ഞി കുടിച്ചിരുന്നു. ആ കഞ്ഞി കുടിക്കുമ്പോൾ ആ കഞ്ഞി വെള്ളത്തിനിടയിൽ ഒരു വറ്റി കാണുമ്പോൾ ഒരു കൗതുകം ഉണ്ടായിരുന്നു. ഇതൊരു വറ്റി. ഇനി എത്ര വറ്റ, ആർക്കാ കഞ്ഞി വേണ്ടത്? കഞ്ഞി വർത്താനെന്നാ പറയാ, കഞ്ഞി വർത്താൻ നമ്മൾ പറയാ. വല്യമാര് പറഞ്ഞ വാചകമുണ്ട്, വറ്റ് വിലങ്ങുന്നതിന്റെ കേടാ, വറ്റ് വിലങ്ങനെ നിന്നതിന്റെ കേടാണ്. സത്യല്ലേ? വിശപ്പ് കൊണ്ട്, പട്ടിണി കൊണ്ട്, ദാരിദ്ര്യം കൊണ്ട്, കട്ടപ്പാട് കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. അംവാലി, സാമ്പത്തിക മാന്ദ്യം കൊണ്ട്, അതുപോലെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണം കൊണ്ട്, കൃഷി നഷ്ടം കൊണ്ട്. എന്നിട്ട് ഖുർആൻ ഈ ആയത്ത് അവസാനിപ്പിച്ച നിങ്ങൾ ക്ഷമാലുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. കച്ചവടം മുടങ്ങിയാലും, ബിസിനസ് തകർന്നാലും, പരീക്ഷയിൽ പരാജയപ്പെട്ടാലും, ദാമ്പത്യ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടാലും ക്ഷമാലുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് മുസീബത്ത് ഉണ്ടായാലും മരിച്ചു മാത്രം ഇന്നാലേ ചെല്ലിയാ പോരാ. ചെരുപ്പിന്റെ വാറണയുമ്പോൾ, ചെരുപ്പിന്റെ വാറ് പൊട്ടുമ്പോൾ, വിളക്കണയുമ്പോൾ, വാഹനം അപകടത്തിലേക്ക് പതിക്കുമ്പോൾ, അതുപോലെ അരുളാത്ത പലതും ഉണ്ടാകുമ്പോൾ നമ്മളെ മനസ്സിൽ വരണം, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ള ആൾക്കാരാണ്, അല്ലാഹുവിലേക്ക് തന്നെ തിരിച്ചു പോകുമെന്നുള്ള ആ യഖീൻ ഉണ്ടാകണം, ആ ഉറപ്പുണ്ടാകണം. എന്നിട്ട് ഖുർആൻ പറയാ ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹുവിന്റെ കാരുണ്യ കടാക്ഷവും അനുഗ്രഹവും ഉണ്ടാകുക. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് വിജയികള്, അവരാണ് യഥാർത്ഥമായ സന്മാർഗികൾ എന്ന് പറയാ. അല്ലാഹു പറയാ വലനബ്ലുവന്നകും ഹത്താ തഅലമൽ മുജാഹിദീന മിൻകും വസ്സാബിരീൻ. നിങ്ങളുടെ കൂട്ടത്തിലെ യഥാർത്ഥ മുജാഹിദുകൾ, യഥാർത്ഥ യോദ്ധാക്കൾ ആരാണ് എന്ന് തിരിച്ചറിയുന്നത് വരെ നിങ്ങളെ പരീക്ഷിക്കും. ആരാണ് യഥാർത്ഥ മുജാഹിദുകൾ? നമ്മളെ പേര് മുജാഹിദ് ആയതുകൊണ്ട് കാര്യമില്ല, പ്രവർത്തനം ജിഹാദായിരിക്കണം. ഏറ്റവും വലിയ ജിഹാദ് സ്വന്തത്തോടാണ് തിരിച്ചറിയണം. പ്രതികൂല സാഹചര്യങ്ങൾക്കെതിരെ അടരാടിക്കൊണ്ട് സ്വന്തം ശരീരത്തോട് തന്നെ ജിഹാദ് ചെയ്യുന്നവനാ മുജാഹിദ്. നിങ്ങൾ മുജാഹിദാണോ, നിങ്ങൾ ക്ഷമാലുക്കളാണോ എന്ന് തിരിച്ചറിയുന്നത് വരെ നിങ്ങളെ പരീക്ഷിക്കും. അഖ്ബാറക്കും, നിങ്ങളെ എല്ലാ വിഷയത്തിലും പഠിച്ചു പരീക്ഷിക്കുന്ന. കച്ചവടത്തിൽ മേന്മുണ്ടാകുമ്പോഴേ, ലാഭം ഉണ്ടാകുമ്പോഴേ, വലിയ വലിയ വീടുകൾ ഉണ്ടാകുമ്പോഴേ, അതുപോലെ തന്നെ ബാങ്ക് ബാലൻസ് ഉണ്ടാകുമ്പോഴേ അമിതമായി അഹങ്കരിക്കരുത്, കാറൂനെ പോലെ ആകരുത്. വലാ തൻസ നസീബക മിനദ് ദുനിയ, ഈ ദുനിയാവിന്റെ വിഹിതം നീ മറന്നു പോകരുത്. അഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക, അല്ലാഹു നിന്നോട് നന്മ ചെയ്തതുപോലെ നീയും ദരിദ്രന്മാരോട് നന്മ കാണിക്കണമെന്ന് കാറൂനിനോട്
അന്നത്തെ പണ്ഡിതന്മാര് പറഞ്ഞതൊക്കെ നമ്മൾ നേടിയതാ. നിങ്ങൾ ആരും ഒരു ഒത്താശയും വേണ്ട, എന്റെ ധനം ഞാൻ വേണ്ട പോലെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതികരിച്ച കാറൂൻ ഒരു നേരം വെളുത്തപ്പോ കാറൂനില്ല, കാറൂന്റെ കൊട്ടാരമില്ല, സൗഭാഗ്യങ്ങളില്ല, ഒന്നുമില്ല. ആംബ്ലേറ്റ് മറിച്ചിടം ഒരൊറ്റടല്ല. ആരും അഹങ്കരിക്കരുത്. ഫറോവന്മാരും നമ്രൂദുമാരും കാറൂനുമാരും ആമാനുമാരുമുള്ള ലോകത്ത് പടച്ച തമ്പുരാന് നമ്മെ പരീക്ഷിക്കാൻ നിമിഷങ്ങൾ മതിയെന്ന് നമ്മൾ മറന്നു പോകരുത്. എന്ത് പ്രയാസങ്ങൾ ഉണ്ടായാലും എന്ത് ദുരിതങ്ങൾ ഉണ്ടായാലും ക്ഷമയോടുകൂടി നമ്മൾ അതിനെ നോക്കി കണ്ടാൽ നമ്മൾ ചെയ്തു പോയ മുഴുവൻ തെറ്റുകളെയും ഇല്ലാതാക്കാൻ നാം സഹിക്കുന്ന പരീക്ഷണം കൊണ്ടാകുന്ന മാ യുസീബുൽ മുസ്ലിമു മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഉസ്ദിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്ത ശൗകത യുശാഖുഹാ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഉനാ. തളർച്ചയായാലും രോഗമായാലും ദുഃഖമായാലും വിഷാദമായാലും അതുപോലെ തന്നെ മനോവേദനയായാലും നിങ്ങൾ സഹിക്കുന്നതിന് പകരമായി നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരും. കാലിൽ തിറക്കുന്ന ഒരു മുള്ളു വരെ, കാലിൽ ഒരു മുള്ളു തറച്ച നമുക്ക് പല്ലുവേദന ഉണ്ടായ സഹിച്ചാൽ പറ്റൂല. കണ്ടല്ലേ, ഒരു പല്ലുവേദന ഉണ്ടായാല് രാത്രിയുടെ നീളം എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ ഒരു പല്ലുവേദന മതി. അല്ലേ നമ്മൾ രാത്രി അറിയില്ല. പാതിരാവിലെ നമ്മൾ എഴുന്നേൽക്കൂല, പടച്ച തമ്പുരാനോട് ഇസ്തിഗ്ഫാർ നടത്തൂല. പല്ലുവേദന ഉണ്ടെങ്കിലോ ഇത് നേരം വെച്ച് കിട്ടിയാൽ മതിയെന്ന്. രാത്രിയുടെ നീളം ആലോചിച്ചാണ്. പടച്ചോന് പരീക്ഷിക്കാൻ അത്ര മതിയെന്നാ, ഒരു തെറ്റുണ്ടാവില്ല എന്നാ. ഇപ്പം ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം തരങ്ങള് മരിക്കുന്ന ഉറപ്പാണ്. മരിക്കുന്നതിന് മുമ്പ് ചെയ്തു പോയ തെറ്റിൽ നിന്ന് പശ്ചാത്തപിക്കാനും മാപ്പ് ചോദിക്കാനും ഇസ്തിഗ്ഫാർ നടത്താനും ബാധ്യതകളെ കുറിച്ച് ബോധവാന്മാരാകാനും കഴിഞ്ഞ് ആ വേദന സഹിക്കുന്ന സമയത്ത് പടച്ചോന് ആ കാലഘട്ടത്തിൽ ജീവിതകാലത്ത് ചെയ്ത എല്ലാ തെറ്റുകളും പുറത്തു കൊടുക്കുന്ന നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തിനാ പടച്ചോ ഇങ്ങനെ പരീക്ഷിക്കണത്? ദുനിയാവില് നമ്മുടെ ജീവിതം ഏറ്റവും സൗഭാഗ്യമുള്ളതായി മാറാനാണ് അള്ളാഹു നമുക്ക് പരീക്ഷണം തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോ പ്രയാസം ഉണ്ടാകുമ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമ്മള് പടച്ചോനെ ഞാൻ സഹിക്കുന്ന പ്രയാസങ്ങൾക്ക് പകരമായി നീ അനുഗ്രഹം കൊണ്ടാ, ഇതിനേക്കാൾ നല്ലത് കൊണ്ടാന്നാ. മരിച്ചു കഴിഞ്ഞാലും പ്രാർത്ഥിക്കണം നമ്മള്. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചപ്പോള് ഉമ്മു സുലൈം ആ മഹദിയുടെ ഭർത്താവായ അബൂ തൊല്ലാർ മരിച്ചു. അപ്പൊ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അബൂ തൊല്ലിനേക്കാളും നല്ലത് തരാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതിൽ ഉമ്മു സുലൈം പറഞ്ഞു, അബൂ തൊല്ലിനേക്കാളും എനിക്ക് മറ്റൊരു ഭർത്താവില്ല എന്ന് പറഞ്ഞ ആ മഹദിയെ ആശ്ചര്യപ്പെടുത്തി. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഉമ്മു സുലൈമിനെ പിന്നെ കല്യാണം കഴിച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമെ. അപ്പൊ എന്താണ് ഇനി സമീപ ഭാവിയിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്കറിയില്ല. നന്മയാകും. ഒരു വണ്ടി വന്നപ്പോൾ കൈയാട്ടിപ്പോ വണ്ടി നിർത്തില്ല. വണ്ടി നിർത്താത്തതിന് നമ്മൾ പഴിച്ചാവലാതിപ്പെടുന്നതിനിടയിൽ നമ്മൾ കേൾക്കുക, നമ്മുടെ മുമ്പിൽ നിർത്താതെ പോയ വണ്ടിയില്ലേ, കൊക്കയിലേക്ക് മറിഞ്ഞ് മുഴുവൻ ആളുകളും മരിച്ചെന്നറിയുമ്പോൾ ആ നിർത്താതിരിക്കലായിരുന്നു നമുക്ക് നല്ലത്. നിങ്ങൾ വെറുക്കുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് തിന്മയായേക്കാം. നമ്മെ കുറിച്ച് ഭാവി അറിയുന്ന പടച്ചോനെ നിശ്ചയിച്ചതാ. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ നഗ്ന യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ, പരുക്കൻ യാഥാർത്ഥ്യങ്ങൾക്ക് മുമ്പിൽ ഈമാൻ കളയാതെ, നമ്മുടെ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം മറന്നുകൊണ്ട് ജീവിക്കാതെ പടച്ച തമ്പുരാന് കീഴ്പ്പെട്ട് മുഅ്മിനായി, മുഖ്ലിസായി, മുവഹിദായി, സ്വർഗത്തിന്റെ അവകാശിയായി തിരിച്ചു പോകാൻ തയ്യാറാകാനുള്ള ഒരു മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.